എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓലനാണ്. സദ്യകളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓലൻ. എന്നാൽ സദ്യകളിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ഓലൻ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. 770 ഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ കാൽഭാഗം ഞാൻ എടുത്തിരുന്നു. ഇതിപ്പോൾ ഒരു 400 ഗ്രാമോളം ഉണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനെ കുരു മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. കുമ്പളങ്ങ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും കനമില്ലാതെ ചീകിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കുമ്പളങ്ങയ്ക്കകത്തോട്ട് രണ്ടായിട്ട് പൊളന്നിട്ടുള്ള 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അധികം എരിവുള്ള പച്ചമുളകാണ് 2-3 ഇട്ട് കൊടുത്താൽ മതി. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, അത് അധികം അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഇത്രയും വെള്ളം അധികമുണ്ട്. ഒരു 2 ടീസ്പൂൺ വെള്ളത്തോളമേ ഉള്ളൂ. ഇതും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പയർ അധികം കൂടിപ്പോകരുത് കേട്ടോ. കുമ്പളങ്ങയെക്കാളും പയർ കുറച്ചേ നിൽക്കാവൂ, അല്ലെങ്കിൽ അങ്ങ് പയറിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഇവിടെ ഞാൻ തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1ാം പാല് പിഴിഞ്ഞ് മാറ്റി വെക്കുക. ഒരു 1/2 കപ്പോളം മതി. ബാക്കി ശകലം വെള്ളം ഒഴിച്ച് 1 കപ്പ് തേങ്ങാപ്പാലാക്കി പിഴിഞ്ഞെടുക്കുക. അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വൻപയർ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കി മാത്രം ഉപ്പിടുക. നന്നായിട്ടതങ്ങ് ഇളക്കി കൊടുക്കാം. നിങ്ങൾ വൻപയർ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് പോയി എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വൻപയർ ഇട്ട് കൊടുക്കല് കേട്ടോ. കുമ്പളങ്ങ പകുതി വരെ വെന്ത് കഴിഞ്ഞിട്ട് മാത്രം വൻപയർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വെന്ത് വരുന്നവരെ ഒരു 5-10 മിനിറ്റ് വരെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വൻപയർ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ചാറ് വേണം കേട്ടോ. ഒത്തിരി ചാറങ്ങ് വറ്റിപ്പോവരുതേ. ഇനി തീ അങ്ങ് കുറച്ച് വെക്കാം. ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് 1ാം പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. കറി അങ്ങ് ഓഫ് ചെയ്യുകയാണേ. ചട്ടിയിലല്ലേ, ചട്ടിക്ക് നല്ല ചൂടാണ്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സദ്യകളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഓലൻ എന്ന് പറഞ്ഞ കറി. എന്നാൽ സദ്യകളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഓലൻ. നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചേക്കണം. കാരണം ഈ കറിയിലോട്ട് പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇത് സെർവ് ചെയ്യുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി. ഓലൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയ ഓലൻ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണയുടെ കറിവേപ്പിലയുടെ ഒക്കെ ആ ടേസ്റ്റ്. അതുപോലെ ഈ പയറും കുമ്പളങ്ങയും എല്ലാം തേങ്ങാപ്പാലിൽ കിടന്നല്ലേ വെന്തത്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ്, തേങ്ങാപ്പാലിൻ്റെയൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിതൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.